ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കിച്ചണിൽ കുറേയൊക്കെ റെസ്റ്റ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയൊക്കെ വന്നൊരു ദിവസമാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം ജോലികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് തീർത്ത് നമ്മുടെ അടുക്കളയിൽ നിന്നും ചെകുത്താൻ്റെ അടുക്കള കാണാൻ വേണ്ടി പോയ ഒരു ദിവസമാണ്. നമ്മളൊരു ഫിലിമിന് പോയ ദിവസമാണ്. നിങ്ങൾക്കത് തമ്പനയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. നമുക്കൊരു 3 ദിവസം 4 ദിവസത്തേക്കുള്ള മാവ് നമ്മൾ അടിച്ചു വെക്കുകയാണെങ്കിൽ ദോശ, ഇഡ്ഡലി, ഊത്തപ്പം, വൈകിട്ടൊക്കെ ആണെങ്കിൽ മസാല ദോശ അങ്ങനെയൊക്കെ ആക്കിയെടുത്ത് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നതൊന്നുമല്ല. അങ്ങനെ ഇരുന്നു ടി വിയിൽ ഇങ്ങനെ ഫിലിമിൻ്റെ മഞ്ഞുമൽ ബോയ്സ് എന്ന ഫിലിമിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേനും എന്തായാലും ഒന്ന് അവധിയാണ്, എന്നാൽ പോകാമെന്ന് കരുതി അങ്ങനെ റെഡിയായി പോയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ പോലും വിചാരിക്കണില്ല കേട്ടോ ഇപ്പോൾ സിനിമയ്ക്ക് പോകും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇഡ്ഡലിക്ക് കോമ്പിനേഷനായിട്ട് നമുക്ക് ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തി. കുറച്ച് മുളക് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. അപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ മുളക് പൊടി ഇടുന്നതെന്ന്. അതൊരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ. നമുക്കിങ്ങനെ വെളുത്തിരിക്കണ കാണുമ്പോൾ കഴിക്കാനൊരു മടിയൊന്നും. പൊതുവെ ഞാൻ പച്ചമുളക് ഇട്ട് അങ്ങനെ അധികം അരക്കാറില്ല. കൂടുതൽ സ്പൈസി ആയിപ്പോയി. നമുക്ക് പച്ചമുളകിൻ്റെ എരിവ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങ അരയ്ക്കുമ്പോൾ പച്ചമുളക് കുറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ താളിക്കുന്ന സമയത്ത് നമ്മൾ കടുക് പൊട്ടിച്ച് താളിക്കുമല്ലോ, ആ സമയത്താണ് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു കളറും ഉണ്ടാവും. അതുപോലെ തന്നെ മുളക് ഇങ്ങനെ മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ഉണ്ടാവും. അപ്പം നമ്മുടെ ചമ്മന്തി നല്ലൊരു ഒരു കുങ്കുമ നിറത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പും ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുളകിട്ട് അരച്ചതാണെങ്കിലും അത്രയ്ക്കൊരു എരിവ് അതിനുണ്ടാവില്ല. ഞാനൊരു ചെറിയ കഷ്ണം മുളക് തേങ്ങയുടെ കൂട്ടത്തിൽ ഇടാറുള്ളൂ. അപ്പോൾ നമ്മളിതാ കുറച്ചും കൂടി വെള്ളം ചേർക്കും കേട്ടോ. നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് എപ്പോഴും ചമ്മന്തി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വേറൊരു ടെക്സ്ചറിലേക്ക് മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തൊരു ഇച്ചിരി ഉപ്പിട്ട ശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഇടാം, പക്ഷെ ഞാനിത് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ചട്ടിയിലേക്ക് ആക്കിയ സമയത്താണ് ഉപ്പിട്ടത്. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മൾ സംഗതി അടച്ചു വെച്ചു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ സാവധാനത്തിലാണ് കഴിച്ചത്. അവധി ദിവസം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ധൃതി പിടിച്ചിട്ടുള്ളൊരു ഇതൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ കിളിക്കുട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് 3-4 കിളിക്കുട്ടന്മാരുണ്ട് കേട്ടോ. നമുക്ക് 6-8 ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ചൂട് വരുമ്പോൾ അതൊക്കെ ചത്തുപോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം അറിയില്ല എന്ത് നിങ്ങളിങ്ങനെ മരിക്കണേ, എന്തുകൊണ്ട് നിങ്ങളെ ചത്തുപോകണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറേ തുളസിയിലയും പനിക്കൂർക്കയിലേക്ക് ഇട്ട് കൊടുത്തു. അത് നിങ്ങൾ കുടിക്കണ വെള്ളത്തിൽ ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കൂട്ടിലിട്ട് കൊടുക്കും. അങ്ങനെ കൊടുത്തു തുടങ്ങി, അത് നിങ്ങൾ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് പിന്നെ ഈ ബാക്കിയുള്ള 4 നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ചൂട് സഹിക്കാൻ പറ്റാത്ത പോലെ ചിലപ്പോൾ അതുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുമല്ല ഈ പാറി പറന്ന് കിടക്കുന്നതിനൊക്കെ നമ്മൾ കൂട്ടിലിടുമ്പോൾ കുട്ടികളുടെ ഒരു ആഗ്രഹത്തിനാണ് കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് അവയെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഹെൽത്ത് വൈസ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളത്തിൽ ഇതേപോലെയുള്ള പച്ചമരുന്നുകൾ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഡ്രോപ്സ് ഒക്കെ കിട്ടും നമുക്ക്, ഇതുങ്ങളുടെ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കൊടുത്തൊക്കെ ഇപ്പം എല്ലാവരും നല്ല സൂപ്പറായിട്ടിരിക്കണു. അപ്പോൾ നമുക്ക് അലക്കാനുള്ളതൊക്കെ വേഗം അലക്കാനിടുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഉച്ചക്കത്തേക്ക് എന്ത് റെഡിയാക്കണം എന്നുള്ള ആലോചനയിലൊക്കെയാണ് ഞാൻ ചെയ്യണം. പക്ഷെ നമ്മളിങ്ങനെ പുറത്തു പോകും എന്നുള്ളൊരു ചിന്ത നമുക്കില്ല. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ വേഗത്തിൽ പണികളൊക്കെ നമ്മൾ തീർക്കുകയാണ്. നമുക്ക് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പോൾ തീർത്ത ശേഷം നമുക്ക് കുക്കിംഗ് എന്തെങ്കിലും ചെയ്യാം, ചിക്കൻ എന്തെങ്കിലും മേടിക്കാം, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. ഒരു ചപ്പാത്തിയും തവ ചിക്കനും ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ കുറേ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു വെച്ചു. നമുക്ക് തവയിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഗ്രേവി അധികം വേണമല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേട്ടൻ ചോദിച്ചു നമുക്കൊന്നും കൂടി പോയാലോ, എന്നാൽ മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടി നമുക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പോയതാണ്. സത്യം പറഞ്ഞാൽ ഈ പടം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ 2ാമതൊരു പ്രാവശ്യവും കൂടി പോയി കണ്ടു.
അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് എന്താ പറയണ്ടേ, ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ പടം കണ്ടവരുണ്ടോ നമ്മുടെ ഫാമിലിയിൽ? അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ അസാധ്യ പടമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ട് നമുക്ക് എന്താ പറയുക, ചില സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് രോമമൊക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് വെക്കും. അമ്മാതിരി ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് പോയാലോ, നമുക്ക് മഞ്ഞുമൽ ബോയ്സ് പോയി കണ്ടാലോടി എന്ന് ചോദിച്ചത്. അപ്പം പറയാം എന്നാൽ പോവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പൊളിച്ച സവാളയും വെളുത്തുള്ളിയും എല്ലാം കഴുകി ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് വേഗം കുട്ടികളെയൊക്കെ വിളിച്ച് അവർ മൊബൈൽ അതൊക്കെ കണ്ട് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിപ്പോൾ എക്സാമൊക്കെ വരികയാണല്ലോ. അപ്പോൾ അങ്ങനെ അവരവിടെ ഇവിടേക്ക് ആയിട്ടൊക്കെ തട്ടിമുട്ടി നിൽക്കായിരുന്നു. വേഗം കുളിച്ചോ, വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനും വേഗം പോയി കുളിച്ചോ. അപ്പോഴാണ് ഓർത്തത് നമ്മൾ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഊരിയെടുത്ത് നമ്മൾ ഡ്രയറിലിട്ട് ഉണക്കി. സത്യം പറഞ്ഞാൽ കംഫോർട്ട് മുക്കാനും കൂടി ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ എന്താ, ഇത് ഫസ്റ്റ് ടൈം പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞങ്ങളിത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു തവണയും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വേഗം വീടൊക്കെ പൂട്ടി നമ്മുടെ കൂടെ ആകാശമുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുട്ടിയാണ്, നമ്മുടെ അടുത്ത് ട്യൂഷന് വരണ മോനാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴി, വീട്ടിലേക്ക് വരുന്ന വഴി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന വഴിയാണ്. ഞങ്ങൾ കണ്ടെയ്നർ റോഡ് വഴിയാണ് കേട്ടോ പോയത്. കാരണം ബ്ലോക്ക് കിട്ടിയ ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു യാത്ര ആയതുകൊണ്ടും എന്തോ ഭാഗ്യത്തിന് ടിക്കറ്റ് കിട്ടിയിട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ എന്തോ സമയത്ത് നോക്കിയപ്പോഴത്തേനും നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിതാ കണ്ടെയ്നർ റോഡ് വഴി പാസ് ചെയ്താണ് നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സേഫായിട്ടും കുറച്ച് പയ്യൊക്കെയാണ് നമ്മൾ ഓടിച്ചു പോയത്. അപ്പം നമ്മൾ പോയത് എറണാകുളത്ത് സവിത സംഗീത ആ തിയേറ്ററിലാണ്. സവിതയിലാണെന്ന് തോന്നുന്നു കയറിയത്. ഞാൻ ഇത് കാണാനുള്ള ആവേശത്തിൽ തിയേറ്റർ ഏതാണെന്നൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അവർക്കത് കാണാനുള്ള വല്ലാത്തൊരു ആഗ്രഹം കൊണ്ട് അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചാണ് അവർ പോകുന്നത്. അപ്പോൾ അത് തിയേറ്ററിൽ ഇരിക്കുകയാണ്. കയ്യടിയോ എന്താന്ന് പറയാൻ വയ്യ ഫീല്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല പടമായിരുന്നു കേട്ടോ. നല്ല അസലായിട്ട് കണ്ട് ആസ്വദിച്ചു. നമുക്കിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണോ എന്നുള്ളൊരു തരത്തിൽ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ നമ്മുടെ ചേരാൻ നല്ലൂരിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ മഞ്ഞുമൽ. ഇവിടെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നത് എപ്പോഴൊക്കെയോ പണ്ട് എൻ്റെ പാരൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ അതൊരു ഫിലിമായിട്ട് വന്ന് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചിയാങ്ങിലാണ്. എറണാകുളത്ത് ചിയാങ്ങിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് തന്നെയാണ് ചെയ്തത്. മിക്സഡ് ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും പിന്നെ മിക്സഡ് നൂഡിൽസും. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു സൂപ്പ് കുടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ജോക്കുട്ടന് സൂപ്പ് പറഞ്ഞെങ്കിൽ അവൻ മുഴുവൻ കുടിച്ചില്ല കേട്ടോ. അവൻ്റെ ബാക്കി ഞാനാ കുടിച്ചത്. പക്ഷെ സൂപ്പ് കുടിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ചൂടോടുകൂടി തന്നെ കുടിക്കണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇതിപ്പോൾ അവൻ കുടിച്ച് അങ്ങനെ ഇങ്ങനെ ഇട്ടൊക്കെ ആക്കി ഒന്ന് തണുപ്പം മട്ടിലാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതൊക്കെ വേഗം കുടിച്ചിട്ട് നമ്മളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഒത്തിരി സന്തോഷമാണ് കേട്ടോ. നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫുഡ് കഴിച്ച് ഇടയ്ക്കൊന്ന് പുറത്ത് പോയി കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണത് അതിലും വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മളങ്ങനെ സിനിമയും പുറത്തുള്ള ഫുഡും ഒക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കറിയൊക്കെ വെക്കണം, അത്രയേ ഉള്ളൂ. ചോറൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീഡിയോ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്